കൂട്ടിയും കൂട്ടി 5 ആൾ ഉറക്കെ വിളിച്ച ഡിസ്റപ്റ്റഡ് ആണ് ഫ്ലോർ. എന്നാൽ അവിടെ നടക്കില്ല. ഇതിൽ നിങ്ങളൊരർത്ഥത്തിൽ ഭാഗ്യവാന്മാരാണ്. ഞങ്ങൾക്കൊന്നും ഇതിരിക്കാൻ പറ്റിയിട്ടില്ല. പ്രമുഖന്മാരിരുന്ന് കേരളത്തിന് വേണ്ടി സംസാരിച്ച ഈ സഭയിൽ വന്നിരിക്കുന്നത് തന്നെ ഒരു അനുഭവമാണ്. നമ്മുടെ പുതിയ തലമുറയ്ക്ക്, പുതിയ കുട്ടികൾക്ക് അവബോധം വളർത്തുന്നതാണ് നമ്മളെ ഈ മാതൃകാ നിയമസഭ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. ഈ അസംബ്ലിയിൽ ഇരിക്കാൻ സാധിച്ചു എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു മഹാഭാഗ്യമായി നിങ്ങൾ കരുതിയാൽ മതി. നമ്മുടെ മാതൃകാ നിയമസഭയുടെ ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുകയാണ്. ഉദ്ഘാടനത്തിനായി ബഹുമാനപ്പെട്ട സ്പീക്കർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും അതുപോലെ തന്നെ സ്വാഗതം ആശംസിക്കുന്നതിനായി ഷാജി സി ബേബി സാറ്, അതുപോലെ ചടങ്ങിന് അധ്യക്ഷനായി ഡോക്ടർ എൻ കൃഷ്ണകുമാർ നിയമസഭാ സെക്രട്ടറി, അതുപോലെ കൃതജ്ഞത അർപ്പിക്കുന്നതിനായി ശ്രീ പി ഹരി കൺവീനർ മീഡിയ ആൻഡ് പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ ശ്രീ പി ഹരി സർ, എല്ലാവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ആശംസിക്കുന്നതിനായി ശ്രീ ഷാജി സി ബേബി സ്പെഷ്യൽ സെക്രട്ടറി നിയമസഭാ സെക്രട്ടേറിയറ്റ് അവരുകളെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട നിയമസഭാ സെക്രട്ടറി ഡോക്ടർ എൻ കൃഷ്ണകുമാർ സാർ, ഈ മാതൃകാ നിയമസഭ ഉദ്ഘാടനം ചെയ്യുന്ന നിയമസഭാ സ്പീക്കർ ഡോക്ടർ എ എൻ ഷംസീർ സാർ, ഈ യോഗത്തിൽ കൃതജ്ഞത അർപ്പിച്ച് സംസാരിക്കുന്ന നിയമസഭയിലെ അഡീഷണൽ സെക്രട്ടറി ശ്രീ പി ഹരി, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മാതൃകാ നിയമസഭയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥിനികൾ, അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾ, അധ്യാപകർ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ 4ാം പതിപ്പാണ് നമ്മൾ ജനുവരി 7 മുതൽ 13 വരെ ഇവിടെ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ മാതൃകാ നിയമസഭ ഇവിടെ നമ്മൾ ഈ പഴയ ഓൾഡ് അസംബ്ലി ഹാളിൽ സംഘടിപ്പിക്കുന്നു. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള 5 ജില്ലകൾ, അതായത് കണ്ണൂർ, വയനാട്, 6 ജില്ലകൾ, കണ്ണൂർ, വയനാട്, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തിരുവനന്തപുരം എന്നീ ജില്ലകളിലെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളെയാണ് ഈ മാതൃകാ നിയമസഭയിലേക്ക് വേണ്ടി നമ്മൾ പരിശീലനം നൽകി തിരഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഏകദേശം 155 കുട്ടികളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. നമ്മളിത് 3ാമത്തെ മാതൃകാ നിയമസഭയാണ്. കഴിഞ്ഞ 4 എഡിഷനാണ് വന്നിട്ടുള്ളത്. അതിൽ ആദ്യത്തെ എഡിഷനിൽ നമ്മൾ മാതൃകാ നിയമസഭ നടത്തിയില്ല. പക്ഷേ 2ാമത്തെയും 3ാമത്തെ എഡിഷനിൽ മാതൃകാ നിയമസഭ നടത്തിയിരുന്നു. 1ാമത്തെ എഡിഷനിൽ തിരുവനന്തപുരം ജില്ലയിലെ വിദ്യാർത്ഥികളെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയത്. 2ാമത്തെ എഡിഷനിൽ വന്നപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ കോളേജ് വിദ്യാർത്ഥിനികളിൽ നിന്നാണ് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട് വിദ്യാർത്ഥികളെ പരിശീലനം നൽകിയാണ് ഈ മാതൃകാ നിയമസഭയിലേക്ക് നമ്മൾ കൊണ്ടുവന്നത്. നിയമസഭാ സെക്രട്ടേറിയറ്റിലെ സീനിയറായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് കഴിഞ്ഞ 3 ദിവസമായി ഈ കുട്ടികൾക്ക് പരിശീലനം നൽകി അവരെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശമെന്ന് പറയുന്നത് കുട്ടികളിൽ ജനാധിപത്യ അവബോധം വളർത്തുക, അതുപോലെ തന്നെ നിയമസഭാ പ്രവർത്തനങ്ങൾ പരിചയപ്പെടുത്തുക, നിയമസഭയിൽ എങ്ങനെയാണ് ജനകീയ പ്രശ്നങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കപ്പെടുന്നത് എങ്ങനെയാണ്, അതിലൊരു തീരുമാനം ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്നൊക്കെ നമ്മുടെ പുതിയ തലമുറയ്ക്ക്, പുതിയ കുട്ടികൾക്ക് അവബോധം വളർത്തുന്നതാണ് നമ്മളെ ഈ മാതൃകാ നിയമസഭ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. ഈ നാളെ ഈ കുട്ടികൾ നിയമനിർമ്മാണ സഭയിലേക്കൊക്കെ MLA-മാരായിട്ടും ഒക്കെ എത്തിച്ചേരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം അവർ ഈ ജനാധിപത്യ ഈ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നിയമസഭയിൽ ഈ വിഷയങ്ങൾ നമ്മൾ പരിചയപ്പെടുന്നത്, ജനകീയ പ്രശ്നങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതൊക്കെ എന്നൊക്കെ ഈ കുട്ടികൾ പഠിച്ച് വളരുമ്പോഴാണ് ഈ കുട്ടികൾക്ക് MLA-മാരാകാനും പൊതുപ്രവർത്തകരാകാനും ഒക്കെയുള്ള ഒരു ആഗ്രഹം ഉണ്ടാകുന്നത്. ഈ യോഗത്തിൽ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഈ യോഗത്തിൻ്റെ അധ്യക്ഷം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട നിയമസഭാ സെക്രട്ടറി ഡോക്ടർ എൻ കൃഷ്ണകുമാർ സാറാണ്. എൻ കൃഷ്ണകുമാർ സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ യോഗത്തിന് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ ശ്രീ എ എൻ ഷംസീർ സാറാണ്. കഴിഞ്ഞ 3 എഡിഷനുകളിലും
ഈ നമ്മുടെ ഈ പുസ്തകോത്സവത്തിന് ചുക്കാൻ പിടിച്ചത് ഷംസീർ സാറാണ്. ഷംസീർ സാറിൻ്റെ മാർഗ്ഗനിർദ്ദേശങ്ങളാണ് കഴിഞ്ഞ 3 എഡിഷനുകളും വൻ വിജയത്തിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. കഴിഞ്ഞ 3 എഡിഷനുകളും വിദ്യാർത്ഥികളുടെയും പൊതുജനങ്ങളുടെയും ഒക്കെ പങ്കാളിത്തം കൊണ്ട് വളരെ മികച്ച അനുഭവമാണ് നൽകിയത്. മികച്ച ഒരു പുസ്തകോത്സവമാണ് സംഘടിപ്പിക്കാൻ നിയമസഭയ്ക്ക് കഴിഞ്ഞത്. ഷംസീർ സാറിനെ ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ യോഗത്തിൽ നന്ദി പ്രകാശിപ്പിക്കുന്നത് നിയമസഭയിലെ അഡീഷണൽ സെക്രട്ടറി പി ഹരിയാണ്. പി ഹരിയെ പ്രത്യേകം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ കുട്ടികൾ, മന്ത്രിമാരായും CM, സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, പിന്നെ MLA-മാരായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള 155 കുട്ടികളുണ്ട്. ഈ കുട്ടികളെ പ്രത്യേകം ഈ മാതൃകാ നിയമസഭയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ കുട്ടികളുടെ രക്ഷിതാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്, കുട്ടികളുടെ അധ്യാപകർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ പ്രത്യേകം ഈ മാതൃകാ നിയമസഭയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരുണ്ട്, മറ്റ് സുഹൃത്തുക്കളുണ്ട്. നിയമസഭയിൽ ഈ കുട്ടികൾക്ക് കഴിഞ്ഞ 3 ദിവസമായി പരിശീലനം നൽകിയ നമ്മുടെ സീനിയറായിട്ടുള്ള നിയമസഭയിലെ ഉദ്യോഗസ്ഥരുണ്ട്. എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ മാതൃകാ നിയമസഭയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കേരള നിയമസഭയുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ, അതുപോലെ തന്നെ ഇന്നിവിടെ ഹാജരായിട്ടുള്ള സ്വാഗതം ആശംസിക്കുന്ന കേരള നിയമസഭയുടെ സ്പെഷ്യൽ സെക്രട്ടറി, നന്ദി പ്രകാശിപ്പിക്കുന്ന KLAMSൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ബഹുമാനപ്പെട്ട സ്പീക്കറുടെ PS, അഡീഷണൽ PS, ഈ മാതൃകാ നിയമസഭയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥിനികളെ, അത് കാണാൻ എത്തിയിട്ടുള്ള അവരുടെ രക്ഷകർത്താക്കളെ, മറ്റുള്ളവരെ, ബ്രിട്ടീഷ് പാർലമെൻ്ററി ഡെമോക്രസിയുടെ ചുവട് പിടിച്ചുകൊണ്ട് ഇന്ത്യയിലും ജനാധിപത്യ ഭരണത്തിൻ്റെ ഭാഗമായി 3 നെടും തൂണുകൾ, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി, അതിൽ കേരള സംസ്ഥാനത്തിൻ്റെ നിയമസഭാ ഹാളിലാണ് നിങ്ങളിവിടെ കൂടിയിരിക്കുന്നത്. പാർലമെൻ്ററി ഡെമോക്രസിയെക്കുറിച്ച് പറയുമ്പോൾ ഇംഗ്ലീഷ് സിസ്റ്റത്തിൽ പാർലമെൻറ്റ് ഈസ് സപ്പോസ് ടു ബി വെരി സുപ്രീം ഇൻ ദി സെൻസ്, ഇങ്ങനെ ഒരു ചൊല്ലി പറയാറുണ്ട്, വാട്ട് ദി പാർലമെൻറ്റ് ഡെത്ത് എന്ന് പറഞ്ഞാൽ പഴയ ഭാഷയാണ്, DOETH, ഡെത്ത് മീൻസ് ഡസ്. വാട്ട് ദി പാർലമെൻറ്റ് ഡെത്ത് നോൺ ഇൻ ദിസ് വേൾഡ് ക്യാൻ അൺഡു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, കമ്പ്യൂട്ടറിൽ അൺഡു എന്ന് പറഞ്ഞാൽ കൺട്രോൾ Z, തിരിച്ചു കൊണ്ടുവരിക. അപ്പോൾ പാർലമെൻറ്റ് എന്തെങ്കിലും ചെയ്താൽ പിന്നെ അത് തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. ഇറ്റ് ക്യാൻ ഡു എനിത്തിങ് ഇൻ ദിസ് വേൾഡ് എക്സെപ്റ്റ് ചേഞ്ചിങ് എ മാൻ ഇൻറ്റു എ വുമൺ ആൻഡ് എ വുമൺ ഇൻറ്റു എ മാൻ എന്നാണ്. ആണിനെ പെണ്ണാക്കുന്നതും പെണ്ണിനെ ആണാക്കുന്നതും ഒഴിച്ച് ബാക്കിയെല്ലാം ചെയ്യാൻ അത്രയും പവർഫുള്ളാണ്, ഒമ്നിപൊട്ടൻ്റാണ് പാർലമെൻ്ററി സിസ്റ്റത്തിൽ പാർലമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അതിൻ്റെ പിൻതലമുറക്കാരായ നമുക്ക് കേരളത്തിലും ആദ്യത്തെ നിയമസഭ എന്നുള്ള രീതിയിൽ ഇവിടെയാണ് നമ്മുടെ പ്രഗത്ഭമതികൾ കേരളത്തിന് വേണ്ടി സംസാരിച്ചിരുന്നത്, സംവദിച്ചിരുന്നത്. ലോകത്താദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ സ്ഥാപിച്ച അതിൻ്റെ അമരക്കാരനായ മഹാനായ EMS അടക്കം, പ്രഗത്ഭമതിയായ വിദ്യാഭ്യാസ വിചക്ഷണനായ ജോസഫ് മുണ്ടശ്ശേരി അടക്കം, പിൽക്കാലത്ത് സുപ്രീം കോടതി ജഡ്ജിയായി മാറിയ ശ്രദ്ധേയനായ ജസ്റ്റിസ് VR കൃഷ്ണയരടക്കം പ്രമുഖന്മാരിരുന്ന് കേരളത്തിന് വേണ്ടി സംസാരിച്ച ഈ സഭയിൽ വന്നിരിക്കുന്നത് തന്നെ ഒരനുഭവമാണ്. ഇത് നിങ്ങൾക്ക് പിൽക്കാലത്ത് ഒരു മുതൽക്കൂട്ടായി മാറും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി ആരാധ്യനായ കേരള സ്പീക്കർ സാറിന് സ്നേഹപൂർവ്വം. പ്രിയപ്പെട്ട അധ്യക്ഷൻ, നിയമസഭയുടെ സെക്രട്ടറി ഡോക്ടർ കൃഷ്ണകുമാർ, വേദിയിലെ ബഹുമാന്യരെ, പ്രിയപ്പെട്ട നിയമസഭാ സാമാജികന്മാരെ, നിയമസഭയുടെ ബുക്ക് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായാണ് ഇത്തരം ഒരു മോഡൽ അസംബ്ലി ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് 3rd അസംബ്ലിയാണ്. വെള്ളം ഇങ്ങനെ പരസ്യമായി കുടിക്കാൻ പാടില്ല അസംബ്ലിയിൽ. അസംബ്ലിക്കകത്ത് കൈയടിക്കില്ല, മേശക്കടിയാണ്. അത് ഭരണപക്ഷത്തെ പുകഴ്ത്താനും മേശക്കടിക്കും, പ്രതിപക്ഷത്തെ ആളുകൾ ഭരണപക്ഷത്തെ കടന്നാക്രമിക്കും, മേശക്കടിക്കും, ഷെയിം വിളികളുണ്ടാകും. ഇതാണ് നിയമസഭ. ഇതിൽ നിങ്ങളൊരർത്ഥത്തിൽ ഭാഗ്യവാന്മാരാണ്. ഞങ്ങൾക്കൊന്നും ഇതിൽ ഇരിക്കാൻ പറ്റിയിട്ടില്ല. ഒരു ദിവസം മാത്രമാണ്
അസംബ്ലി ഇവിടെ ചേർന്നത്. അതായത് നിയമസഭയുടെ ഒരു സെലിബ്രേഷൻ്റെ ഭാഗമായി ഒരു ദിവസം ഇവിടെ ചേർന്നപ്പോൾ ഞാനിവിടെ ഇരുന്നിട്ടുണ്ട്. ബാക്കി ഞങ്ങളൊക്കെ ഇരുന്നത് പുതിയ അസംബ്ലിയിലാണ്. ഇത് EMSഉം പട്ടംതാണുപിള്ളയും ശങ്കറും PKVയും കരുണാകരനും ഇങ്ങനെ നയനാരും അടക്കം CHും അടക്കം പ്രഗത്ഭന്മാരായ ആളുകൾ ഇരുന്ന അസംബ്ലിയാണ്. പ്രഗത്ഭന്മാരായ രാഷ്ട്രീയ നേതൃത്വം ഇരുന്ന അസംബ്ലിയാണ്. ഈ അസംബ്ലിയിൽ ഇരിക്കാൻ സാധിച്ചു എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു മഹാഭാഗ്യമായി നിങ്ങൾ കരുതിയാൽ മതി. ഏതായാലും മോഡൽ അസംബ്ലി സംഘടിപ്പിക്കാനാണ് നിങ്ങൾ ഇവിടെ യോഗം ചേർന്നത്. ഇതിൽ ഭരണപക്ഷമുണ്ട്, പ്രതിപക്ഷമുണ്ട്, മന്ത്രിമാരുണ്ട്, സാമാജികന്മാരുണ്ട്. നിങ്ങളിൽപ്പെട്ട പലരെയും ആ നിലയിൽ തിരഞ്ഞെടുത്തിട്ടുമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പെർഫോമൻസിനാണ് ഇവിടെ പ്രസക്തി. ഞങ്ങളുടേത് കേവലം ഒരു ഓർണമെൻ്റൽ ഇനോഗ്രേഷൻ മാത്രമാണ്. ഏതായാലും നിങ്ങൾക്ക് ആവശ്യമായ ട്രെയിനിങ് മറ്റു കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഈ അസംബ്ലിയും ഞങ്ങളുടെ അസംബ്ലിയും തമ്മിൽ വ്യത്യാസമൊന്നുണ്ട്. 98-ലാണ് ഇവിടെ നിന്നും പുതിയ അസംബ്ലി മന്ദിരത്തിലേക്ക് ഞങ്ങൾ മാറിയത്. 98-ലൊന്നും ഞാൻ കുട്ടിയാണ്. അന്ന് ഞങ്ങൾക്കൊന്നും ഇവിടെ നിയമസഭ കാണാൻ പോലും സാധിച്ചിരുന്നില്ല. ഞാനന്ന് സ്കൂളിൽ പഠിക്കും ഇങ്ങോട്ട് എത്തിയിട്ടേ ഇല്ല. അസംബ്ലി കേൾക്കുക എന്നല്ലാതെ അസംബ്ലി എവിടെയാണെന്ന് പോലും എനിക്കൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഇവിടെ അസംബ്ലിക്കകത്ത് നിങ്ങൾ വരാൻ സാധിച്ചത് നിങ്ങളുടെ വിദ്യാർത്ഥി ജീവിതത്തിലെ മഹാഭാഗ്യമായി കരുതുക. ആ അസംബ്ലി ഈ അസംബ്ലി തമ്മിലെ വ്യത്യാസം, ഇവിടെ അസംബ്ലി വേഗം ഡിസ്റപ്റ്റ് ചെയ്യാം. കാരണം വളരെ ചെറിയ ഹാളാണ്. പ്രതിപക്ഷത്തിന് ആളുകൾ മുദ്രാവാക്യം വിളിച്ചാൽ ഭരണപക്ഷത്ത് ബിസിനസ് നടത്താൻ സാധിക്കില്ല. എന്നാൽ ഇന്ന് ആ അസംബ്ലിയിലെ പ്രത്യേകത, പ്രതിപക്ഷത്തിന് എത്ര മുദ്രാവാക്യം വിളിച്ചാലും ഗവൺമെൻറ് തീരുമാനിച്ചാൽ സ്പീക്കർക്ക് ബിസിനസ് ഗവൺമെൻറ് നടത്തി കൊടുക്കാൻ സാധിക്കുന്ന സാഹചര്യമുണ്ട്. ഇന്ന് പഴയതിനങ്ങനെയല്ല. നിങ്ങൾ ഇവിടുന്ന് ഒരു 2 കൂട്ടിയും കൂട്ടി 5 ആൾ ഉറക്കെ വിളിച്ച ഡിസ്റപ്റ്റഡ് ആണ് ഫ്ലോർ. എന്നാൽ അവിടെ നടക്കില്ല. ഇതാണ് വെല്ലിലിറങ്ങുക. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഏതായാലും ഒരു ഗുഡ് എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് എന്നുള്ളതാണ്. യു ഹാവ് ടു ലേൺ ഫ്രം ദിസ് എക്സ്പീരിയൻസ്. യു ഹാവ് ടു ലേൺ ദ പാർലമെൻ്ററി പ്രൊസീഡിങ്സ്. ഇറ്റ് ഷുഡ് ബി എ ഗുഡ് തിങ്സ് ഫോർ യുവർ ലൈഫ്. സോ ഐ എം നോട്ട് കണ്ടിന്യൂയിങ് മൈ സ്പീച്ച്. ഏതായാലും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നെത്തിയ സാമാജികന്മാരെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളും അവർക്കെല്ലാ പിന്തുണയും പിൻബലവും നൽകി ഇവിടെ വന്നിരിക്കുന്ന അവരുടെ രക്ഷിതാക്കൾ, ടീച്ചേഴ്സ്, അവരോടെല്ലാം കേരള നിയമസഭയ്ക്ക് വേണ്ടിയുള്ള നന്ദി ഘട്ടത്തിൽ അറിയിച്ചുകൊണ്ട് ഇതിൽ ഉദ്ഘാടനത്തിന് പ്രസക്തിയില്ല, സംസാരത്തിന് പ്രസക്തിയില്ല. ഏതായാലും നിങ്ങളെല്ലാം പഠിച്ചവരായിരിക്കും എന്ന ഒരു പൂർണ്ണമായ അറിവിൽ ഞാൻ കൂടുതൽ കാര്യം കടന്നു പോവാതെ ഈ മോഡൽ പാർലമെന്റ് അസംബ്ലി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാ മഹത് വ്യക്തികൾക്കും നമസ്കാരം. ഈ ചടങ്ങിന് കൃതജ്ഞത അർപ്പിക്കുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റുഡൻറ്റ് പാർലമെൻറ്റ് ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ ശ്രീ AN ഷംസീർ സാറിന് ഈ മാതൃകാ നിയമസഭയുടെ പേരിലും നിയമസഭാ സെക്രട്ടേറിയറ്റിൻ്റെ പേരിലുമുള്ള കൃതജ്ഞത ഞാൻ അർപ്പിക്കുന്നു. ഈ ചടങ്ങിന് അധ്യക്ഷം വഹിച്ച നിയമസഭാ സെക്രട്ടറി ഡോക്ടർ N കൃഷ്ണകുമാർ സാറിന് എൻ്റെ പേരിലും ഈ മാതൃകാ നിയമസഭയുടെ പേരിലുമുള്ള കൃതജ്ഞത ഞാൻ അർപ്പിക്കുന്നു. ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച സ്പെഷ്യൽ സെക്രട്ടറി ശ്രീ ഷാജി C ബേബി ഈ മാതൃകാ നിയമസഭയുടെ പേരിലും എൻ്റെ പേരിലുമുള്ള കൃതജ്ഞത ഞാൻ അർപ്പിക്കുന്നു. ഇവിടെ സദസ്സിലിരിക്കുന്ന സ്പീക്കറുടെ പ്രൈവറ്റ് സെക്രട്ടറി ശ്രീ മനോഹരൻ നായർ സാർ, ജോയിൻറ്റ് സെക്രട്ടറി ഷീന ശിവദാസ്, ഈ മാതൃകാ നിയമസഭയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങൾ എല്ലാ വിദ്യാർത്ഥികളും, അവരെ അരങ്ങുവെച്ചിരിക്കുന്ന അധ്യാപകർ, രക്ഷിതാക്കൾ, നിയമസഭാ സെക്രട്ടറിയിലെ മറ്റു ഉദ്യോഗസ്ഥർ, മാധ്യമപ്രതിനിധികൾ, എല്ലാവർക്കും എൻ്റെ പേരിലും ഈ മാതൃകാ നിയമസഭയുടെ പേരിലുമുള്ള കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.